ഇന്നത്തെ വീഡിയോക്ക് അത്യാവശ്യം പാതിരാത്രി 1 മണിയായപ്പം നമ്മൾ തമിഴ്നാട്ടിലെ വീഡിയോ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു. ഇടക്ക് വെച്ച് എന്തോ പ്ലാനൊക്കെ മാറി നമ്മൾ ആലപ്പുഴ പോകുന്നതിന് പകരം വാഗമൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇപ്പൊ പാതിരാത്രി മൂന്നാർ പോയി മടുത്തറ ഇറക്കുക. ഞാൻ ഇനി മൂന്നാറിലോട്ട് ഇതേ 1 മണി വെളുപ്പിലായിട്ടുണ്ട്. എല്ലാരും ഉണ്ട് പുറകില്. വീട്ടിൽ ഇവർക്കൊന്നും പണിയില്ല. ഇവന്റെ ഒരു കൂട്ടുകാരനെ ഉറങ്ങില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചെടുത്തിട്ടുണ്ടല്ലോ. കൊള്ളാം. ഇവരൊക്കെ വീട്ടിൽ പോകണ്ടേ, ഇവർക്കൊക്കെ വീട്ടിൽ പോകണ്ടായിരുന്നു. ഇവരെല്ലാരും ഇപ്പം വെറുതെ പാതിരാത്രി റൂട്ട് തിരിച്ച് ഇരുട്ട് കാണും. മൂന്നാറിൽ പിന്നെ ഇരുട്ടല്ല അവനെന്ത് കിട്ടി വെച്ചിരിക്കുന്നത്. എന്തായാലും വാഗമണിലോട്ട് വിടാം. ഇവിടുന്ന് 43 മിനിറ്റ് കാണിക്കുന്നുണ്ട് വാഗമൺ. വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല, എല്ലാം ഫുൾ ഇരുട്ട് തന്നെയാണ്. നമ്മള് മാത്രമേ ഉള്ളു ഇവിടെ. ലൈറ്റ് ഇല്ലാത്തതിനാണ്. ലൈറ്റ് ഒക്കെ കിട്ടിയ സ്ഥലത്തും ഇല്ല, നമ്മള് ഹൈവേ എന്നൊക്കെ മാറി ഏതോ ഉൾഗ്രാമത്തിലോട്ട് കയറി പോവാണല്ലോ. ലാസ്റ്റ് ടൈം ഇങ്ങനെ പോയപ്പോൾ ഒരു വലിയൊരു മല കയറേണ്ടി വന്നായിരുന്നു എനിക്ക്. നമ്മൾ വാഗമൺ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിന്റെ മുമ്പിലായിട്ടൊരു പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുക. ഹോട്ടൽ നമ്മൾ വണ്ടി അവിടെ ഇട്ടിരിക്കുന്നത്. നമ്മൾ രാത്രി 2 മണിക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വേറെ ആരും ഇല്ല ഇവിടെ. നല്ല കിടിലൻ കാറ്റുണ്ട് ഇവിടെ, നല്ല തണുത്ത കാറ്റ്. ഞാൻ വീട്ടിൽ പോകേണ്ട ആളായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് കാറിൽ പോയി കിടന്നുറങ്ങി രാവിലെ നോക്കാം എന്താണ് ഇവിടുത്തെ സീനറി എന്നൊക്കെ അപ്പോൾ അറിയാൻ പറ്റും. നമ്മളെല്ലാവരും വണ്ടിക്കകത്താണ്. നാളെ രാവിലെ കാണാം. എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വ്യൂ പോയിന്റ് ഉദ്ദേശിച്ചത്, പക്ഷേ ഏതൊരു ഹോട്ടൽ പോയിന്റാണ് കിട്ടിയത്. 3, 2, 1. വെളിച്ചം നമ്മുടെ ആസനത്തിൽ അടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് വിറ്റെന്ന് പറയുന്നത്. നമ്മളിവിടുന്ന് എഴുന്നേറ്റപ്പം നമ്മുടെ രണ്ടാമത്തെ ടീം വാഗമണിലോട്ട് വളയാതെ വീട്ടിലോട്ടായിരുന്നു പോയത്. അവര് വീട്ടിൽ പോയത് വഴിക്ക് വെച്ച് പെട്രോള് തീർന്ന്, ഡീസല് തീർന്ന്, വണ്ടി തീർന്ന്. അത് കഴിഞ്ഞ് ഡീസലിന് എങ്ങനെ അവന്മാർക്ക് മനസ്സിലായി, പബ്ബിന്റെ മുമ്പിൽ പൊക്കുന്നു, ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞ് നമ്മുടെ മാനേജർ പറയുമായിരുന്നു, മാനേജറിനെങ്കിലും വാഗമൺ വരാൻ പറഞ്ഞ. മാനേജർ പറഞ്ഞത് മാനേജർ നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയതാ. പാവങ്ങള് എനിക്ക് ഇപ്പൊ കേറിട്ട് ചിരിയാറില്ല. അവിടെ പെട്രോൾ തീർന്ന് നിന്നുപോയി. പെട്രോൾ എങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞ് മുമ്പിലോട്ട് നീങ്ങിയപ്പം കുറച്ച് കഴിഞ്ഞപ്പോ പഞ്ചറായി, സ്റ്റെപ്ലി ഇല്ല. ഇപ്പൊ അവിടെ കട്ടപ്പുറത്തിരിക്കുന്നു. അവിടെ ഞാൻ ലാസ്റ്റ് കേട്ടത് എന്റെ ഒരു സബ്സ്ക്രൈബർ പഞ്ചായെന്ന് അമ്മമാരുടെ പറച്ചിട്ട് ഇവിടെ സ്വന്തം ഇഷ്ടത്തായിരുന്നു. അവിടെ ഒരു നിവർത്തി കേടുകൊണ്ടിരുന്നു. ഞാൻ പൈസ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഞാൻ കണ്ട വാഗമൺ ഇതല്ല, ആ വാഗമൺ സ്ഥലമൊന്നും ഇവിടെ കാണുന്നില്ല. അത് വാഗമണ്ണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു പാർക്കിങ്ങിലോട്ടാണ്. വാഗമണിന്റെ അടുത്ത് വീടുള്ളവനാണ്. വാഗമണ്ണ ഏതാ കുറ്റിക്കട ഏതാന്നറിയാം. പിന്നെ ഞങ്ങളെല്ലാം എല്ലാ ദിവസവും വന്നോണ്ടിരിക്കുന്നത്. ആ ചേട്ടനോട് ചോദിക്കാം വാഗമണ്ണോടെയാണെന്ന്. വാഗമണിലാടാ നിക്കുന്ന ചേട്ടാ. ഈ വാഗമണില് ഇത് വാഗമണ്ണല്ലേ? ഇത് വാഗമണ്ണല്ലേ അപ്പാ? ആണാ? മറ്റേ ആ മലയൊക്കെ ഉള്ളത് എവിടെയാ? മലയാണ് ഇവിടെ പറയുന്നത്. അങ്ങോട്ടാണല്ലേ? കോടൽ മഞ്ഞിൻ ഓഹോ താഴ്വരയിൽ ഓഹോ. നമ്മളിപ്പോ നിൽക്കുന്നത് മോഡേൺ ബുൾ മദർ ഫാം. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾക്ക് വെരി ഫാക്ച്വലി കറക്റ്റ് ബ്രീഡിങ് ഏരിയ ആണെന്ന് തോന്നുന്നു. ബുൾസിന്റെ ആയിരിക്കും. പൈൻ ഫോറസ്റ്റിലെടുത്തിരിക്കുകയാണ്. നടപ്പാതയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ള എൻട്രി ഫീ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ, എല്ലാം അനങ്ങുന്നാണെന്ന്. പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വെച്ച് അവിടെ ഞാൻ പൈസ കൊടുത്തിരുന്നാലും മരം കാണുന്നില്ല അല്ലേ? പറയൂ, വാഗമൺ നമ്മൾ കണ്ട വാഗമൺ ഇതല്ലെന്ന് പറയൂ. ഈ കൗ ഫാം എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു മരത്തിനെ കാട്ടില്. ട്രിപ്പ് കണ്ടിന്യൂസ് ബോയ്സ്, ലെറ്റ്സ് ഫ്രിക്കിംഗ് ഗോ. പൈസ ഇട്ടുള്ള മരങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും കാണാൻ പോവുകയാണ്. കോടൽ മഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ. നമ്മൾ അവിടെ നിന്നെല്ലാം മാറി നമ്മളിപ്പോൾ ഒരു നല്ല സീനിക് ബ്യൂട്ടിയിലോട്ട് വന്നിരിക്കുന്നു. നല്ല സ്മൂത്തായ റോഡ്, ബട്ടർ സ്മൂത്ത്, സീപ്പിംഗ് വാലീസ്. എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്?
മൂന്നാറ് കട്ടപ്പന. ഇപ്പൊ മൂന്നാറ് ഒരു 2 മണിക്കൂർ കൊണ്ട് മൂന്നാർ എത്തും. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മള് മൂന്നാറ് പോയി മടുത്തു ഞാൻ. അപ്പൊ വട്ടവട പോണ്. വട്ടവട മൂന്നാറിൽ കേറിയേ പോകാൻ പറ്റത്തുള്ളല്ലോ. ഇവിടെ ഇത്ര തേയിലത്തോടെ നടക്കുന്നുണ്ട്, ഒരു ചായ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഉയരം കൂടുന്നവരും ചായയുടെ മധുരം കൂടുന്നല്ലേ. നമ്മളൊരു ഹോട്ടലിൽ എത്തിയിരിക്കുന്നു. ഹോട്ടലിന്റെ പേര് ദേ തമ്പിച്ചേട്ടന്റെ കട. എല്ലാരും ഇരിക്കുക. അപ്പവും മുട്ടക്കറിയും വന്നിരിക്കുകയാണ്. മുട്ടക്കറിയായിട്ട് എങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ഏറെ മധുരം ഉണ്ട്. കുഴപ്പമില്ല. എനിക്ക് റാൻഡം ആയിട്ട് ഇങ്ങനെ കറങ്ങി കിടന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്താ അറിയത്തില്ല, എനിക്കങ്ങനെ ഇന്ന ഡെസ്റ്റിനേഷൻ ഇല്ലാതെ പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് വർക്ക് കേരളത്തിൽ ബാക്കിയുണ്ട്. എനിക്ക് പ്രൊമോഷൻ വർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തായാലും ഞാൻ തീരുമാനമാക്കണം, മൂന്നാറിലോട്ട് പോകണം അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകണം. നീ ഈ കാറിൽ തന്നെ പെറ്റിടക്കാൻ പോകും അടുത്ത കേട്ടോ. എൻ്റെ മുംബൈ വരാനായിരുന്നു. ഈ കാറിൽ വീടാക്കിയാൽ മതി. ഇവിടെ ഇറങ്ങൊന്നും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ വീടായിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നലെ മിനിക്കാതെ വിളിച്ചാണ്ട് വൈകുന്നേരം. ഇപ്പോഴും വീട്ടിൽ എത്തിയിട്ടില്ല. നമ്മളിപ്പോ പിന്നെ ഫുൾ ടാങ്ക് അടിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പേ അബാൻഡൻ തമിഴ്നാട് സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പേ ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. നടുക്കോ ചെറുതായി ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. ഇത് 3ാമത്തെ ഫുൾ ടാങ്ക്. ഇത് എല്ലാത്തിനും കണക്ക് കൂടിയ പൊക്കത്ത് കാണാം. 50-55 രൂപ. എന്തായാലും ഞാൻ മുംബൈ കൂടി പോയിട്ട് വരട്ടോ. ഒരു 1 ലക്ഷം രൂപയ്ക്ക് കൂടി പെട്രോൾ അടിച്ചിട്ട് വരാം വെറുതെ. മീറ്റർ ഒടിഞ്ഞ് കിടക്കുകയാണല്ലോ. എനിക്കൊന്നും അറിയാം എത്ര രൂപയാണ്. 2338 രൂപ ആയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും കണക്ക് പൊക്കത്ത്. തമിഴ്നാട്ടിലെ മൈലാഞ്ചി കിടില് അറിയാവോ? കുറച്ചേറെ ഇട്ടേ ഉള്ളൂ, കുറച്ച് നേരം കൊണ്ട് അതിനെ കറുത്തുപോയി. കാട്ടുവഴി കൂടി വാഗമൺ വന്നിട്ട് മതിയാത്തോണ്ടാണ്. MP ഏത് കൂടെ പോയാലും കാട്ടുവഴി കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ഒരു സബ്സ്ക്രൈബറിനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് സബ്സ്ക്രൈബറിനെ നമ്മളിപ്പം വീട്ടിലോട്ട് വിടുന്ന പോലും ഇല്ല. ഏതോ കാട്ടിൽ കൂടെയൊക്കെ വിടുകയാ. വിടുന്നില്ല. ഇപ്പൊ എങ്ങോട്ട് പോകുന്നറിയത്. ഇത് എങ്ങോട്ടാ കയറേണ്ടത്? ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ? വഴി തെറ്റി. ഏത് വഴി? റൈറ്റ് ആണോ? റൈറ്റ് ആരുടെ വീടല്ലേ? ലെഫ്റ്റാ. ലെഫ്റ്റിൽ പോവാ. അവന്റെ അമ്മയുടെ വായിക്കുന്ന കേട്ടോണ്ടിരിക്കുകയാണ്. നേരത്തെ വിളിച്ചപ്പോ വാഗമൺ എന്ന് പറഞ്ഞപ്പോ മൂന്നാറെന്ന് പറഞ്ഞു. മുമ്പേ എന്ന് കൂടി പറഞ്ഞു അവന് മതിയാവും. മിക്കവാറും തെറി കിട്ടാനുള്ള വഴി കാണുന്നുണ്ട്. മറിച്ചില്ലേ? ഇത് കൊക്കോണ്ട് മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞ വഴി നിർത്തുകയല്ലേ? തേങ്ങയൊന്നും ഇല്ല. എന്ത് കൊക്ക എവിടെ? വെളിയാണ് നിൽക്കുന്ന. നമ്മള് വേള് കണ്ടില്ല. കൊക്കോ എന്റെ വീട്ടിൽ വളരുന്നത്. എന്റെ വീട്ടിൽ വളരുന്നത് അത്രയ്ക്കൊന്നും ഇല്ല. വെറും ഒരു നീ ആത്തച്ചക്കയുടെ ഒരു സിമിലർ വൈബ്. ആരിതേ ഉള്ളൂ. ഇവൻ ക്യാമറക്കകത്ത് കയറി എല്ലാ ഫുഡിനും ഒടുക്കാതെ ഉണ്ടാക്കി സംസാരിക്കും. ഇന്നലെ മസ്ക ബണ്ണിനും മറ്റേ ബൺ മസ്കിങ് കയറി 10 പറഞ്ഞ തള്ളി. നോർമൽ ഒരു സാധനം ആയിട്ട് അവസാനം എനിക്ക് കമന്റില് ആൾക്കാര് എനിക്കൊരു തൃപ്തിയില്ലല്ലോ. എനിക്കൊരു തൃപ്തിയില്ലല്ലോ. ഏത് കാട്ടി ഇതേ വണ്ടിയൊക്കെ വരുന്നു. ആ കാട്ടിലോട്ട് കയറി പോകുന്നു. ഇതെന്താടാ ഊട്ടയാ? ആർക്കും വേണ്ടാതെ പിടിച്ചിട്ട് വന്നിരിക്കുക. അങ്ങനെ ഓടിച്ചോടിച്ച് നമ്മൾ മൂന്നാർ എത്തിയത്. മൂന്നാറിന്റെ താഴ്വാരങ്ങൾ. ഇതിന്റെ പൊക്കത്തോട്ട് നമുക്കൊന്ന് കയറി പോവായിരുന്നു. പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകുന്നു. അറിയത്തില്ല, ഇങ്ങനെ എംപിക്ക് ഒരു പെണ്ണെ കാണാനായിട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് അർജുൻ എംപിക്ക് പെണ്ണ് കാണാൻ ഞാൻ മലപ്പൊക്കത്തിലാണ്. ഇവന് ഇച്ചിരി തണുപ്പുള്ള സ്ഥലത്തുനിന്ന് പെണ്ണ് കാണുന്നു. സൈഡാ ഇവൻ ആരാ നമ്മുടെ കില്ലാടി. എന്റെ നേരൊന്നും ഇടലില്ല. തേക്കാത്തൊരു ബ്രഷും പേസ്റ്റും ഉള്ള സൈഡിൽ മാത്രമേ ഉള്ളതിനകത്ത്. ചില ഡ്രോന്നും ഞാൻ തുറന്നിട്ടില്ല കേട്ടോ. അപ്പം എന്ത് കിട്ടുമെന്ന് എനിക്ക് പറയാറുണ്ട്. എംപിയുടെ ബാഗിനകത്ത് 2 ദിവസം പഴക്കമുള്ള ഷഡ്ഡി കിട്ടി. എന്റെ ബാഗിനകത്തുള്ളൊരു പിഗ് കളർ സാധനം ഇറക്കിയായിരുന്നു. അത് മറ്റേ സാധനം എന്താണ് നമ്മള് മറ്റേ സ്വിമ്മിങ്ങിന്റെ ക്യാപ്പാ. അതൊക്കെ എടുത്ത് തപ്പി. അതൊക്കെ അവിടെ പൂപ്പലടിച്ച് കിടക്കുമായിരിക്കും. എന്തൊക്കെ ചോദിച്ച് തമ്പാക്ക് കൊണ്ടോ അല്ലെ ഹാൻസ പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ജിമ്മിൽ പോണെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ചിരിച്ചു. അല്ല സാധാരണ നമ്മള് അല്ലല്ല എന്താ അറിയാവാ, ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുമല്ലോ. അപ്പൊ നമ്മുടെ ആ ചെറിയ റോഡില്ലേ, ക്യാമലോട്ടിന്റെ സൈഡിൽ കിടക്കുന്ന റോഡ്, എപ്പോഴും അവിടെ ചെക്കിങ് കാണും. എന്നെ 4 പ്രാവശ്യം പിടിച്ചപ്പോഴും ജിമ്മിൽ പോയിട്ട് വരുന്നതാണല്ലേ.
പൊക്കോളാൻ പറയും. ഒരു പ്രാവശ്യം എന്നെ ഊതിച്ചിട്ടുള്ളൂ. പോയിട്ട് ഒന്നും ആവുന്നില്ലല്ലോ അവർക്ക് തോന്നിക്കാണ്. നമുക്കൊന്നും ആകണ്ടല്ലോ എംപി. നമ്മളെ തന്നെ നിർത്താൻ കാര്യം എന്താ? ഞാൻ നോക്കിയവരെ നിന്നെ കണ്ടാലേ എല്ലാവരും നിർത്തിക്കാൻ തോന്നും. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചിരിച്ചു കാണിച്ചതേ. ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കണ്ടാലറിയാം കഞ്ചാവാന്ന്. അതാ നിർത്തിച്ചത്. അല്ലെന്നേ എന്റെ മുണ്ട് പറഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോ എന്റെ മുണ്ട് പറഞ്ഞു. ഇവര് വിചാരിച്ചിരിക്കുന്നു അടിച്ചിട്ട് കണ്ടേ എങ്ങനെ കാണാനിരിക്കും. ഉറക്കമില്ല, ഒന്നുമില്ല. 3 ദിവസമായിട്ട് കുളിച്ചിട്ടുമില്ല. 3-4 കാറിൽ 6 വരെയും. നമ്മള് വട്ടവട പോവാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ വഴിയിൽ ഇടക്ക് വെച്ച് ബിരിയാണി കഴിക്കുന്നു. ഇവളെ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെയും പുറത്തു വരുമോ? ഏയ് തോന്നിയ ദിവസം പറയാം. ഞാൻ ഡൗട്ട് ചോദിച്ചല്ലോ. ഇങ്ങനെയാണോ ഡൗട്ട് ചോദിക്കണം? പിന്നെ ബിരിയാണി ആരാ പറഞ്ഞത്? നമ്മളങ്ങനെ വട്ടവടയ്ക്ക് പോകുന്ന വഴിയിൽ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് മണിക്കൂറുകളായിട്ട്. വണ്ടി അനങ്ങൊന്നും പോലും തോന്നുന്നില്ല. എല്ലാ ഡ്രൈവർമാരൊക്കെ ഇറങ്ങിയത് പുറത്ത് കിടന്ന് നടക്കുന്നു. അടി വെള്ള കാണുന്ന എല്ലാം കോടയാണ്. അങ്ങോട്ടൊന്നും കാണുന്ന പോലെ ഇല്ല, ഫുൾ വെള്ള. കോട മൂടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് മഞ്ഞ് മഞ്ഞ്. എവിടെ കാണാം? കൈ മാത്രം കാണാം. വട്ടവട എത്തുമോ? വട്ടവട എത്തുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടാ. വട്ട വിട്ടിട്ട് വരേണ്ട വരുമോ? വട്ടവട വരെ ഫുള്ളും ബ്ലോക്ക് ആണല്ലോ. ഇവന് വട്ടവട കാണുന്നത് പറഞ്ഞ് വളച്ചയാ. തെണ്ടി ഊള പട്ടി ഫുള്ളും സ്ക്രാച്ച് ചെയ്ത് വിട്ടത് ഇവന്മാരവിടെ തമിഴ്നാട്ടിൽ കിടന്നപ്പോ. എല്ലാരും ഹായ് പറഞ്ഞിട്ടിരിക്കുക. നമ്മള് ഫൈനലി വട്ടവട എത്തിയിരിക്കുകയാണ്. ഇതിപ്പോ എന്റെ 4ാമത്തെ ആണ് 3ാമത്തെ വട്ടമാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ എന്റെ പഴയ കുടില് ഞാൻ സ്വന്തമായിട്ട് കാട്ടിനകത്ത് ഉണ്ടാക്കിയത് അതൊന്ന് പോയി കണ്ടേക്കാന്ന് വിചാരിക്കുക. ആ കടയിൽ നിന്ന് കുറച്ച് ഹണി മേടിച്ചിട്ടുണ്ട്. ഹണിയും തേനും മേടിച്ചിട്ടുണ്ട്. തേനല്ല തന്നെ ഹണിയും ജാം മേടിച്ചു. ജാമും ഉണ്ട് അവിടെ. വെറും തട്ടിപ്പാ. ഹണി മിക്ക സ്ഥലത്ത് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യാനായിരുന്നത്. ഞാൻ എന്റെ പിന്നെയും പഴയ സ്ഥലത്തോടെ എത്തി. മറ്റേ ടെന്റിലൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് താഴത്തായിട്ട് നോക്കിയ അമ്മമാരിവിടെ കാണും. അമ്മമാരുണ്ടായിരിക്കും അവിടെ. ആരും ഇല്ലേ? ഇവിടെ അടച്ചിട്ട് പോയിരിക്കും. ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരും ഇല്ലേ? ബ്രോ ഉണ്ടായിരുന്നു ഇവിടെ. ആരും ഇല്ലേ? ആ അവിടെ ഞാൻ മറ്റേ കാട്ടിൽ ഇറച്ചി നിന്നായിരുന്നു ഒരു വീഡിയോക്കകത്ത്. ജസ്റ്റ് താഴത്തോട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞ് കയറിയതാ. ഞങ്ങള് മൂന്നാർ വഴി, ഞങ്ങള് തമിഴ്നാട് പോയിട്ട് ഇപ്പൊ ജസ്റ്റ് വീട്ടിൽ പോകുന്ന വഴി മൂന്നാർ കയറി പോകുന്ന വഴി കയറിയതാ. പിന്നെ നമ്മളത് ആ റോഡിൽ നിന്ന് ഇങ്ങനെ വന്ന് അവിടുന്ന് താഴത്തോട്ട് ഇറങ്ങി ഈ മല പൊക്കത്ത് കയറി പിന്നെ ഇങ്ങോട്ട് എത്തി. എടാ ഇത്ര വഴി തളർന്നാ നീ? നമുക്ക് അത് ഇറങ്ങിയിട്ട് ഇതിനെക്കാട്ടിയും വലിയ ഇറക്കമാണ്. അവിടെ നിന്ന് കയറി വരണം. എന്റെ ഷെഡ് തപ്പാൻ വേണ്ടി നമുക്ക് ഈ വഴി ഇറങ്ങി പോണം. കുറച്ച് ഇറക്കമില്ലേ? കൊറേ ഇറങ്ങേണ്ടി വരുന്നു. നീ വരണോന്ന്? എന്ത് ഇവിടുന്ന് ഇരുട്ടാൻ പോവുക. ഈ പട്ടി ഇരുട്ടത്താണ് ഞാൻ അകത്തോട്ട്. ഒരു കാര്യം പറയട്ടെ. അവൻ പറഞ്ഞേ ഇവിടെ ഒരു കടുവനെ സ്പോട്ട് ചെയ്യുന്നു പറഞ്ഞു. കടുവക്ക് കുഴപ്പമൊന്നും ഇല്ല, ഇതുവഴി നടന്നു വരുന്നെന്ന് പറഞ്ഞു. ആ ഇന്ന സ്ഥലത്തെ വരുത്തുള്ളൊന്നും ഇല്ല കടുവ. ഇനിയും മുമ്പിലോട്ട് പോകണം. നോക്കി എത്ര നീങ്ങി കിടക്കുന്ന വഴി. റാൻഡം താറ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇത് ഇവിടുന്ന് ഓഫ് റോഡായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വഴിയാണിത്. താറ് തന്നെ പോകുന്നു കേട്ടോ. അത് പൊക്കോളും, കുഴപ്പമില്ല. ഒരു വർഷം മുമ്പേ വന്നുകൊണ്ട് എനിക്ക് വഴി പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് അകത്തോട്ട് പോകണം. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വരട്ടെ. കുത്തിയോ? ആദ്യം കൂടെ കുത്തിയോ? വേണ്ട ഈ വഴി കുറച്ച് ടാസ്കാ കേട്ടാ. ഇത് ഇത്രയും കാട് പിടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരു വർഷം മുന്നേ വളരില്ലെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? നീ അവിടെ നിൽക്കുക. പോരാ, നോക്കിക്കൊണ്ട് പോകട്ടാ. അല്ല പാമ്പ് വഴുതാരയൊക്കെ എന്തായാലും കാണും. ഈ വഴി കിട്ടി. വഴി കിട്ടി. എനിക്ക് ഓർമ്മയുണ്ട്. ഇത് തന്നെ. ഞാൻ കത്തിച്ച തടി ഈ ഒരു പോർഷനകത്തായിരുന്നു ആ ഒരു വീട്. ഇപ്പൊ കാണുന്നില്ല. ഞാൻ ആ കാട്ടിനകത്തായിരുന്നു ആദ്യം. അവിടുന്ന് ഇറങ്ങി ഇവിടെ എത്തി. ഈ സ്ഥലമായിരുന്നു എൻ്റെ. ദൈവം, നിങ്ങളെ അറിയത്തില്ല. നമുക്കിതൊരു വിക്ടറി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. 1 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം സർവൈവൽ ഹൗസിലോട്ട് തിരിച്ചു വന്നു. പക്ഷേ ആ ഹൗസ് ആരോ ഒക്കെ കമ്പും വിറകും എടുത്തോണ്ട് പോയി. ബോയ്സ്, ഐ ആം സോ എക്സൈറ്റഡ് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. യു നോ. നീ ഇറങ്ങി അത് തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോ. ഇറങ്ങി നിങ്ങളെല്ലാം നോക്കി എന്റെ ഇപ്പൊ ചിലപ്പോ കാലിനകത്തായിരിക്കും, പറയാൻ പറ്റത്തില്ല. നിന്റെ ലുങ്കിക്കകത്തൊന്നും ഇല്ലല്ലേ? തെണ്ടിൽ അകത്തോട്ട് കയറി പോകാൻ നോക്കുന്നേ. അകത്തോട്ട് കയറുന്നു. ഇതിന് പിടിച്ചു മാറ്റാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഇവിടുത്തെ എന്തോ പച്ചലയുണ്ട്. ആ പച്ചല വെച്ച് നീ വൈബ്രേറ്റ് ആയി. അതെന്റെ പോടാ. ഞാൻ കൈ എടുക്കണ്ട. ഇല്ല അത് കടിച്ചിട്ട് ഇരിക്കുവാന്ന് തോന്നാട്ടാ. അഞ്ഞനടാന്ന് പറയണ ഇതാണ് ഒരു മാർഗമില്ലാത്ത.
ബോയ്സ് അപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു? കൊള്ളാം സൂപ്പർ നമുക്ക് ഇനി പകുതി വഴിയായിട്ട് ഇനി പുറത്ത് കയറണം. ഒരു 5 മിനിറ്റ് ഇനി വെയിറ്റ് ചെയ്ത് അട്ട കടിച്ചോണ്ട് പോകും. ഉള്ളതല്ല പുകലെത്തിരിക്കുന്നു. അയ്യോ സോക്സ് വരെ കയ്യിലായി കളയുടെ സോക്സാ. എന്നെ ലീച്ച് കടിച്ചു കേട്ടത് ചോര വരുന്നു. ഇപ്പൊ കണ്ടു എന്റെ പാനിനകത്തുണ്ടെന്ന് തോന്നുന്നു. പാൻ്റെ കൂരേണ്ടി വരും. അവിടുന്ന് ഇവിടെ വരെ കാണാൻ പറ്റുവാടാ? പറ്റില്ല. എനിക്ക് തന്നെ കടിയൊക്കെ കിട്ടി. എനിക്ക് പഴയ ഓർമ്മയ്ക്ക് അവിടെ ചെന്ന ഓർമ്മയ്ക്ക് അട്ട കടിച്ചു. പ്രതികാരം ചായ ഒക്കെ ഉണ്ടാക്കി തന്നെ ഇവിടെ. നമ്മള് വലിഞ്ഞേറി വന്നതാണെന്ന് പറഞ്ഞാൽ പോലും വലിഞ്ഞേറി വന്നാൽ നല്ല ചായ കേട്ടാ. നമ്മളിപ്പം ഈ സീനിക് വ്യൂ ആസ്വദിച്ചുകൊണ്ട് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കും. വട്ടവഴയുടെ ട്രിപ്പ് അങ്ങനെ തീരാറാവുകയാണ്. നമ്മൾ തിരിച്ച് പാതിരാത്രി ഈ ഫോറസ്റ്റിൽ കൂടി നമ്മൾ തിരിച്ചു പോകുന്നു വീട്ടിലോട്ട്. എന്തായാലും ഫോറസ്റ്റിൽ എന്തെങ്കിലും കണ്ടു കിട്ടിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ വളരെ ലോൺലി ആയ ഒരു 8 മണിക്കൂർ യാത്ര, 7-8 മണിക്കൂർ യാത്ര ഇവനെ എറണാകുളത്ത് കൊണ്ടുവിടണം. അല്ലേ? അപ്പോൾ ഇവനെ എറണാകുളത്ത് വിട്ട് 7-8 മണിക്കൂർ കൂടി യാത്രയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടി പ്ലേ ചെയ്യുക. ബിക്കോസ് ഐ വുഡ് ബി റിയലി ഡെഡ് ബൈ ദെൻ. But still I'm enjoying this trip. Okay, I hope you guys have a wonderful day, wonderful episode. I'll see you guys next time. Take care.